മാമച്ച നിക്കടവിടെ നിക്കാൻ. അച്ഛനായിരുന്നു മാമച്ച വന്നേ, വേഗം വണ്ടിയിലോട്ട് കയറിക്കേ. കേറ്, നീ കേറ്. കാര്യം പറച്ചോ. നീ അവിടെ അടങ്ങിയിരിക്കും, ഞാൻ പറയാം. പുറകിലിരിക്കണം. ഞാൻ ജീപ്പയിൽ വന്നാലും വേണ്ട, നമുക്ക് ഈ വണ്ടി തന്നെ പോകാം. സ്ഥലത്തിയോ? നീ ഒന്ന് തള്ളിക്കേ. തള്ളു. ഞാനോ എന്റെ ജീവിതത്തിൽ അയ്യോ തള്ളടാ അങ്ങോട്ട്. എന്നാ കാലത്തൊന്നും കഴിച്ചില്ലേ? അയ്യോ ഞാനതങ്ങ് മറന്നു. എന്നാ ഞാൻ പോയി ഒന്ന് കഴിച്ചേച്ചും വരാം. മാമച്ച എങ്ങോട്ടേ പോകുന്നത്? ഒന്ന് തള്ളേ. അച്ഛനല്ലേ പറഞ്ഞ കഴിച്ചേച്ചും വരാൻ. വാക്കിന് വരെയില്ലാത്ത ഈ സാധനം ഇവിടെ ഞാൻ കളഞ്ഞിട്ട് നടന്നു പോയാ പോരെ? മാമച്ച നീ ഓവർ വെയിറ്റാ കേട്ടോ. അയ്യോ മാമച്ച വന്നേ. ഇതാണ് നമ്മുടെ ഇടവക പള്ളി. നല്ല പള്ളി. ഇത് പറയാനാന്നോ അച്ഛനെ എന്നെ ഇതുവരെ വണ്ടി ഉന്തിച്ചത്? അപ്പൊ നിനക്കറിയാല്ലേ? എന്നാ നിനക്കറിയാത്ത കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇങ്ങനെ ഒരു സാധനം കുറെ നാളായിട്ട് ഇവിടെ ഉണ്ട്. ഇട ദിവസങ്ങളിൽ ഓരോ കുർബാനയും ഞായറാഴ്ചയും മറ്റു വിശേഷ ദിവസങ്ങളിലും 2 കുർബാനയുമാണ് പതിവ്. നിന്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ട് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു. നിന്നെ കൊണ്ടുവന്ന് ഈ പള്ളിമുറ്റത്ത് നിർത്താമെന്ന്. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. അച്ഛനായോണ്ട് അപ്പനെ വിളിക്കാനും പറ്റില്ല. മാർത്തൻ ചേട്ടന്റെ അടക്ക് മാറ്റി വെക്കാൻ പറയാൻ നീ ആരടാ? അല്ല, അത് പിന്നെ ഞാൻ ചാർലിയെ കണ്ടുപിടിക്കാനായിട്ട്. എന്നിട്ട് ചാർലിയെ കണ്ടുപിടിച്ചോ? ഒരു നേതാവ് വന്നിരിക്കുന്നു. മാമോദിസയ്ക്ക് ശേഷം പള്ളി കാണാത്തവനാ അടക്ക് മാറ്റി വെക്കാൻ പറയുന്നു. അടക്കല്ലാതെ പിന്നെ പള്ളി മാറ്റി വെക്കാൻ പറ്റും? പാച്ചാ, നീ ആരുടെയും വണ്ടി എടുത്ത് ഈ പള്ളിക്ക് വരുന്നതാ. പള്ളിയില് നിങ്ങൾ ഈ ആവശ്യമില്ലാത്തടത്തേക്ക് എന്തിനാ പോണേ? അറിഞ്ഞില്ലേ, നമ്മുടെ അച്ഛന്റെ ശവാടക്ക. ശവാടക്ക? എല്ലാവരോടും പറഞ്ഞേക്ക്. കർത്താവേ, അച്ഛൻ മരിച്ച